എല്ലാവർക്കും അച്ഛമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് അത് നന്നായി കഴുകി വേവിച്ചെടുത്തതാണ് കേട്ടോ. കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്തതാണ്. വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതുപോലെയാണ് ഇതിൻ്റെ പാകം. ഇനി ഒരു ബീട്രൂട്ട്, 2 ക്യാരറ്റ്. ഇനി നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതവിടെ ബീട്രൂട്ട് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി, പിന്നെ ഒരു പച്ചമുളക്, ഒരു 2-3 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കണം. അതവിടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അതവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ആ കടുകും ഉഴുന്നൊക്കെ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ടോ. ഇതാ നമ്മളെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒന്ന് ഉപ്പ് ഇട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഈ സമയത്ത് നിങ്ങൾ ഉപ്പിടുകയാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതാണ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പരിപ്പും ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. പരിപ്പും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങയും പച്ചമുളകും, അതൊന്ന് നന്നായി ചതച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്ത് അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ തേങ്ങയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. ഒരു 3 മിനിറ്റ് വേണ്ടത്. അതൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരനിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.